ഇഡി വന്ന വാഹനത്തിനാണ് ഇവിടെ ആക്രമിച്ചത്. വാഹനം ആരതാ? ഇഡിന്റെ ആണോ? അല്ല, ഇവരെ പോലെ ഒരു സാധാരണ തൊഴിലാളിന്റെ ആണോ വാഹനം? അയാൾക്ക് ഈ രാഷ്ട്രീയമായിട്ടോ അല്ലെ മറ്റുള്ള കാര്യങ്ങളായിട്ടോ യാതൊരു ബന്ധമില്ലാത്തൊരു പാവം മനുഷ്യൻ. അയാളെ വാഹനം ഇവന്മാർ തല്ലി തകർത്തു. എന്തിനാ തല്ലി തകർത്ത്? അയാൾ എന്ത് ഭരിച്ച്? ഇഡി വന്ന് ആ വാഹനത്തിലാണ്, അതുകൊണ്ട് ആ വാഹനം തല്ലി പൊളിക്കാം. തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ പോരാടുന്നു എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് CPM. നിങ്ങളെപ്പോലെ ഒരു തൊഴിലാളിയാണ് ആ പാവം കാറുകാരൻ. അയാളെ കാറാണ് നിങ്ങൾ തല്ലിപ്പൊളിച്ചത്. അയാൾ എന്ത് ചെയ്തു? അയാൾ എന്ത് തെറ്റ് ചെയ്ത്? എന്തിനു നിങ്ങൾ അയാളെ കാറിനെ ആക്രമിച്ച്? നിങ്ങളെപ്പോലെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാളല്ലേ അത്. പിണറായി വിജയന് എന്തെങ്കിലും ഒളിപ്പിക്കാനുണ്ടെങ്കിൽ മാത്രം അയാൾ ഭയപ്പെട്ടാൽ മതി. ഒളിപ്പിക്കാനില്ലാത്തടത്തോളം കാലം അയാൾ എന്തിനു ഭയപ്പെടണം? അയാളെ നിങ്ങൾ എന്തിനു സംരക്ഷിക്കണം? നിങ്ങളെ പാർട്ടിയെ ഇക്കോലത്തിൽ തകർത്ത് തരിപ്പണമാക്കിയ ആളെ പേരാണ് പിണറായി വിജയൻ. അയാളെ സംരക്ഷിക്കാനാണ് നിങ്ങൾ ഈ നടക്കുന്നത്. നാണമുണ്ടോടാ? നിന്നെപ്പോലെ തൊഴിലാളിയല്ല ആ പാവപ്പെട്ട കാരൻ, അയാൾ ടാക്സിക്കാരനാ. അയാളല്ലേ നീയൊക്കെ കൂടി കൊണ്ടുപോയി ആക്രമിച്ച് പിണറായി വിജയനും വേണ്ടി ചാവ നടക്കുന്നവരെ. എത്ര അടുത്തത് ഇപ്പൊ കേസ് വന്ന്? വാദശ്രമത്തിനാ കേസ്. നമുക്കൊന്ന് നോക്കാം പിണറായി വിജയൻ നിന്റെ ഒക്കെ കുടുംബത്തെ നോക്കുമെന്നുള്ളത്. നീയൊക്കെ നിയമപരമായിട്ടുള്ള നടപടി നേരിടാൻ പോകുന്നേ ഉള്ളൂ. ഇതൊന്നും ആവില്ല ശിക്ഷ. നീ ശിക്ഷ അനുഭവിക്കുമ്പോൾ നിന്നെ രക്ഷിക്കാൻ പിണറായി വിജയനൊന്നും വരില്ല. നീ നിന്റെ കുടുംബത്തിന്റെ അടിയാധാരം വിറ്റ് നിന്റെ കേസ് നടത്തേണ്ടി വരും. പിണറായി വിജയൻ സഹായിക്കാനും വരില്ല, അല്ലെങ്കിൽ അയാൾക്കടെ മോളൊന്നും വരില്ല. അത് മനസ്സിലാക്കിക്കൊള്ളില്ലേ. കുറെ മണ്ടന്മാര് പിണറായി വിജയനെ രക്ഷിക്കാൻ. അയാൾ രക്ഷിച്ചോണ്ട് നിനക്കെന്താ കാര്യം? മൊയന്തുകളെ. ഇഡി റെയ്ഡ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള നടപടിയാണ്. ഏതെങ്കിലും രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇഡി റെയ്ഡ് ഉണ്ടാവും, ഇഡി ചോദ്യം ചെയ്യും. അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. എന്താ ഇയാൾക്ക് മാത്രം പ്രത്യേകത? ഇയാൾക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടല്ലോ, ഇയാളെ മകൾക്കെതിരെ ആരോപണം ഉണ്ടല്ലോ, മരുമോനെതിരെ ആരോപണം ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് റെയ്ഡ് ഉണ്ടാവും, അന്വേഷണം ഉണ്ടാവും. ഇതൊക്കെ സ്വാഭാവിക നടപടിയാണ്. അതിന് എന്തിനാണ് ആ ഉദ്യോഗസ്ഥർ വന്നാൽ പാവം കാരനെ നിങ്ങൾ ആക്രമിച്ചേ? കാരനെ പോട്ടെ, ഉദ്യോഗസ്ഥരെ തന്നെ നിങ്ങൾക്ക് ആക്രമിക്കാൻ പറ്റുമോ? അവരവരുടെ ജോലി എന്ന്. അവിടെ നീയൊക്കെ ജോലിയും കൂലിയില്ലാതെ നാട്ടിലൂടെ വടക്ക് തെക്ക് വടക്ക് നടക്കായിരിക്കും. എല്ലാവരും അങ്ങനെയല്ല, അത് മനസ്സിലാക്കാതെ മോയന്തുകളെ.